നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടക്കുകയായിരുന്നു. എന്തായാലും ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു വമ്പൻ തോൽവി നേടിയിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ രണ്ടാം പകുതിയിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ഡിമിട്രിയോസിൻ്റെ വകയായിരുന്നു ഗോള്. അങ്ങനെ 1-0 എന്ന നിലയിൽ ആദ്യ പകുതി അവസാനിപ്പിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പൻ തിരിച്ചുവരവ് രണ്ടാം പകുതിയിലും വരുമെന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാം പകുതിയിൽ ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ റോയ് കൃഷ്ണ ഒരു ഗോൾ നേടി. അങ്ങനെ 1-1 സമനിലയിൽ നിൽക്കുമ്പോൾ അതിന് 5 മിനിറ്റിന് ശേഷം വീണ്ടും റോയ് കൃഷ്ണ മറ്റൊരു ഗോൾ നേടുകയായിരുന്നു. അങ്ങനെ 2-0 എന്ന നിലയിൽ മത്സരം അവസാനിക്കുക തന്നെയായിരുന്നു. മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തായാലും ഈ മോശം മത്സരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫെഡർ അതേപോലെ തന്നെ ജസ്റ്റിൻ ഇമ്മാനുവൽ എല്ലാം ഇന്നത്തെ ISL മത്സരത്തിൽ രണ്ടാം പകുതിയിൽ ഇറങ്ങിയെങ്കിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോയിന്റ് ടേബിളിലേക്ക് താഴ്ന്നു പോയിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ആദ്യ പകുതിയിൽ മികച്ച രീതിയിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം പകുതിയിൽ എന്തു പറ്റി എന്നാണ് ആരാധകരുടെ ചോദ്യം. മത്സരം കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ മത്സരത്തിനെ പറ്റി. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ഇത് എവേ മത്സരമാണെങ്കിൽ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ മുന്നിൽ ഒരു വിജയം കരസ്ഥമാക്കി പോയിന്റ് ടേബിളിൽ ഉയർന്നു വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഇന്നത്തെ മത്സരത്തിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.